നമസ്കാരം. പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റ്സ് വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ നിലവിലുള്ള ധാരണകൾ മറികടന്ന് ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം നൽകാൻ രഹസ്യ ധാരണ. അനർഹരായവരെ ഒറ്റയടിക്ക് ഉന്നത തസ്തികയിലേക്ക് നിയമിക്കുന്നതിലൂടെ പ്രതിവർഷം ശമ്പള ഇനത്തിൽ തന്നെ വൻ സാമ്പത്തിക ബാധ്യതയാണ് കമ്പനിക്ക് ഉണ്ടാകുന്നത്. ചട്ടങ്ങൾ മറികടന്നും മന്ത്രിയുടെ ഓഫീസിനെ തെറ്റിദ്ധരിപ്പിച്ചും സ്ഥാനക്കയറ്റം നൽകാനുള്ള നീക്കത്തിനെതിരെ പരാതിയുമായി ജീവനക്കാർ രംഗത്തുണ്ട്. ക്ലർക്ക് തസ്തികയിലുള്ള 5 പേരെയാണ് സ്ഥാനക്കയറ്റത്തിന്റെ വിവിധ പടികൾ ഒഴിവാക്കി നേരിട്ട് ഓഫീസർ തസ്തികയിലേക്ക് നിയമിക്കാൻ നീക്കം നടക്കുന്നത്. ഇതിനുള്ള ജോബ് പ്രൊഫൈൽ സർക്കാരിലേക്ക് അയച്ച് അനുമതി വാങ്ങി. സ്ഥാനക്കയറ്റത്തിനുള്ള ഇന്റർവ്യൂ 20-ന് നിശ്ചയിച്ചിരിക്കുകയാണ്. ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ എല്ലാം അതീവ രഹസ്യമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് CITU യൂണിയൻ നേതാവ് മുൻകൈയെടുത്ത ഇതിനുള്ള ചരടുവലികൾ പൂർത്തീകരിച്ചിരുന്നു. ജനുവരി 10-നാണ് 5 പേർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. ക്ലർക്ക് തസ്തികയിലുള്ളവർക്ക് M7 ഓഫീസർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടണമെങ്കിൽ ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് 3, അസിസ്റ്റന്റ് ഗ്രേഡ് 4, സീനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് 5 എന്നിങ്ങനെ കഴിയണം. ഇവിടെയാകട്ടെ ക്ലർക്ക് തസ്തികയിലുള്ള 5 പേർക്ക് നേരിട്ട് M7 ഓഫീസർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള നീക്കം നടക്കുന്നത്. ഇവർ നിലവിൽ ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്നവരാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ ക്ലർക്കായിരുന്ന ഇവരെ എഴുത്തുപരീക്ഷയോ ഇന്റർവ്യൂവോ നടത്താതെയാണ് ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നതെന്നും പറയുന്നു. 5 വർഷം പ്രവൃത്തി പരിചയം എന്ന മാനദണ്ഡം മാത്രം പറഞ്ഞാണത്രേ നിയമനം. ഓർഡർ ഇല്ല എന്നാണ് മറ്റു ജീവനക്കാരുടെ ആരോപണം. ഇങ്ങനെ വാക്കാൽ സ്ഥാനക്കയറ്റം കിട്ടിയവരുടെ ജോബ് പ്രൊഫൈൽ സർക്കാരിലേക്ക് അയച്ചു കൊടുത്താണ് ഇപ്പോൾ ഒറ്റയടിക്ക് ഡബിൾ ട്രിപ്പിൾ പ്രൊമോഷനുകൾ നൽകാൻ നീക്കം നടക്കുന്നത്. മലബാർ സിമന്റ്സിൽ ഓഫീസർ തസ്തികയിലുള്ളവർക്ക് കേരള സർവീസ് റൂൾ പ്രകാരമാണ് ശമ്പളം. അതിന് താഴേക്കുള്ളവർക്ക് വേജ് ബോർഡ് അനുസരിച്ചും ശമ്പളം നൽകുന്നു. ക്ലർക്കിന് 42,000 രൂപയാണ് ശമ്പളം. ഇവർ ഒറ്റയടിക്ക് ഓഫീസർ തസ്തികയിലേക്ക് കയറുമ്പോൾ ശമ്പളം 1 ലക്ഷത്തിന് അടുത്താകും. സ്ഥാനക്കയറ്റം കിട്ടുന്ന ഒരാൾക്ക് വാർഷിക ശമ്പളത്തിൽ 3.50 ലക്ഷം രൂപയുടെ അധിക ചെലവ് വരും. 5 പേർക്കാകുമ്പോൾ ഇത് 15 ലക്ഷത്തിന് മുകളിലാകും. ഇപ്പോൾ സ്ഥാനക്കയറ്റം കിട്ടുന്നവരിൽ യോഗ്യത ഇല്ലാത്തവരുമുണ്ടെന്നാണ് ആക്ഷേപം. ക്യാൻറ്റീൻ സൂപ്പർവൈസറെ വരെ ഓഫീസർ തസ്തികയിലേക്ക് കയറ്റിവിടുന്നുവെന്നും ആക്ഷേപം ശക്തമാണ്. ഇദ്ദേഹത്തിന്റെ പ്രീ ഡിഗ്രിയും ഹോട്ടൽ മാനേജ്മെന്റും മാത്രമാണ് യോഗ്യത. ക്ലർക്കിന്റെ അടിസ്ഥാന യോഗ്യത ഡിഗ്രി ആയിരിക്കെയാണ് പ്രീ ഡിഗ്രിക്കാരനും അതേ തസ്തികയിൽ കയറിക്കൂടി ഇപ്പോൾ സ്ഥാനക്കയറ്റം വഴി ഓഫീസർ റാങ്കിലേക്ക് ഉയരുന്നത്. മലബാർ സിമന്റ്സിലെ 3 അംഗീകൃത യൂണിയനുകളും സമ്മതിച്ച് ഒപ്പുവച്ചിട്ടുള്ള പ്രൊമോഷൻ നയം അനുസരിച്ചാണ് നിലവിൽ സ്ഥാനക്കയറ്റം നൽകുന്നത്. കമ്പനിയിൽ ആകെയുള്ള 73 തസ്തികകളിലേക്കും നാളിതുവരെ അങ്ങനെയാണ് ചെയ്തു വന്നിരുന്നത്. സ്ഥാനക്കയറ്റത്തിന് ടെസ്റ്റും ഇന്റർവ്യൂവും എല്ലാം നിർബന്ധമാണ്. പക്ഷേ ഇവിടെ മാത്രം അതീവ രഹസ്യമായ ഒരു ജോബ് പ്രൊഫൈൽ സർക്കാരിലേക്ക് അയച്ച് സ്ഥാനക്കയറ്റം നടത്താനാണ് ഒരുങ്ങുന്നത്. കമ്പനിയിൽ മതിയായ ഓഫീസേഴ്സ് ഇല്ല എന്ന് സർക്കാരിനെ ധരിപ്പിച്ചാണ് സ്ഥാനക്കയറ്റത്തിനുള്ള ഗവൺമെന്റ് ഓർഡർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്ഥാനക്കയറ്റം നേരിടുന്നവർ തന്നെയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് മന്ത്രിതലത്തിൽ അയച്ചിരിക്കുന്നതെന്നാണ് വിവരം. യൂണിയൻ നേതാക്കൾ ഇത് പിന്താങ്ങി. 2000-2005 കാലഘട്ടത്തിൽ ജോലി ലഭിച്ച നോൺ മാനേജീരിയൽ ജീവനക്കാർക്ക് പ്രൊമോഷൻ കിട്ടാതായിട്ട് നാളുകളായി. 2020-ൽ ശമ്പള പരിഷ്കരണത്തിന് ശുപാർശ ചെയ്തുവെങ്കിലും ലഭിച്ചില്ല. ഇത് നടപ്പാക്കിയെടുക്കാമെന്ന് പറഞ്ഞ് യൂണിയൻ നേതാക്കൾ ഫണ്ട് പിരിച്ചെങ്കിലും അതുപയോഗിച്ച് അനധികൃത സ്ഥാനക്കയറ്റത്തിന് ശ്രമിക്കുകയാണെന്നാണ് പരാതി. യൂണിയൻ നേതാക്കൾ ഇക്കാര്യത്തിൽ സംശയനിഴലിലാണ്. CMD ബാലകൃഷ്ണൻ നായരെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നാണ് ആക്ഷേപം. മറ്റു ജീവനക്കാർ നൽകുന്ന പരാതികൾ MDയുടെ അടുത്ത് എത്താറില്ല. അഥവാ എത്തിയാൽ തന്നെ നേതാക്കൾ പറയുന്നതിനപ്പുറം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാറില്ല. നിലവിൽ 70 കോടി രൂപ നഷ്ടത്തിലാണ് മലബാർ സിമന്റ്സ് പ്രവർത്തിക്കുന്നത്. വൈദ്യുതി കുടിശ്ശിക മാത്രം 3.5 കോടിയുണ്ട്. ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനും മറ്റുമായി ചേർത്തല പള്ളിപ്പുറത്തെ പ്ലാന്റ് പണയപ്പെടുത്തി 10.5 കോടി വായ്പ എടുത്തിട്ടുണ്ട്. ഇതിന് തിരിച്ചടവും നടക്കുന്നില്ല. സ്ഥലവും ഫാക്ടറിയും സ്റ്റേറ്റ് ബാങ്ക് ജപ്തി ചെയ്യാനുള്ള സാധ്യതയും ഏറെയുണ്ട്. വ്യാപാരികളിൽ നിന്ന് മുൻകൂർ പണം വാങ്ങിയാണ് ശമ്പളം നൽകിപ്പോരുന്നത്. ഈ മാസത്തെ ശമ്പളം കിട്ടുമോ എന്ന പേടിയിലാണ് ജീവനക്കാരും. അസംസ്കൃത വസ്തു ലഭ്യമാക്കിയെങ്കിൽ മാത്രമേ കമ്പനി ഓടുകയുള്ളൂ. പള്ളിപ്പുറത്തേത് ആധുനിക പ്ലാന്റും വാളയാറിലേത് പഴയതുമാണ്. ചേർത്തല പ്ലാന്റ് തുടർച്ചയായി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ളതാണ്. അസംസ്കൃത വസ്തുക്കൾ കിട്ടാത്തത് കാരണം ഇതിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലാണ്. പള്ളിപ്പുറത്ത് 10 ടൺ സിമന്റിന്റെ കച്ചവടം പോലും നടക്കുന്നില്ല. വാളയാറിൽ 600 ടൺ വരെ വിറ്റുപോകുന്നുണ്ട്. മാനേജ്മെന്റിന് കെടുകാര്യസ്ഥതയാണ് കമ്പനി അധോഗതിയിലേക്ക് നയിക്കുന്നതെന്നും പറയുന്നുണ്ട്. അസംസ്കൃത പദാർത്ഥങ്ങൾ വാങ്ങുന്നത് മുതൽ സിമന്റ് ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ ഈ കെടുകാര്യസ്ഥത ദൃശ്യമാണ്. വളരെയേറെ സാധ്യതയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ഈ രീതിയിൽ ഇല്ലാതാകുന്നതിൽ ജീവനക്കാർക്കും ആശങ്കയുണ്ട്.